ഹലോ. ട്രിവാൻഡ്രം കനകക്കുന്നിലെ ഇപ്പൊ ഫ്ലവർ ഷോയും ന്യൂ ഇയർ ലൈറ്റിംഗ് ഒക്കെ നടക്കുന്നെന്ന് അറിഞ്ഞ് അത് കാണാനായിട്ട് ഞാനും പോയിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ അവിടെയുള്ള കുറച്ച് മനോഹരമായ കാഴ്ചകളും പിന്നെ അവിടെ പെക്കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് നമുക്ക് കുറച്ചെങ്കിലും മുതലാക്കാം എന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമുക്കവിടെ പ്രവേശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെയാണ് നമുക്ക് അവിടെ പ്രവേശനം എന്ന് പറയുന്നത്. നമുക്കിവിടെ കയറാനുള്ള എൻട്രി ടിക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന് 50 രൂപയാണ് വരുന്നത്. ഇത് അവർ ഫ്രണ്ടിലായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള ഒരു 2025 മോഡലാണ്. ഈ ഒരു സംഭവം മാത്രമാണ് എനിക്ക് എന്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുള്ളത്. അതെന്തുവാണ്, ഇങ്ങനെയാണ് ബാക്കി സംഭവങ്ങളും കാര്യങ്ങളെന്നൊക്കെ ഞാൻ അങ്ങോട്ട് പോകെ നിങ്ങൾക്ക് ബാക്കി പറഞ്ഞു തരാം. നമ്മൾ ടിക്കറ്റ് എടുത്ത് നമ്മൾ ആദ്യം കയറുന്നത് ലൈറ്റിങ്ങിന്റെ സെക്ഷനാണ്. ഇങ്ങനെ നമ്മൾ അവിടെ കൂടെ നടന്നു വരുമ്പോഴത്തേക്കും ഒരു പാമ്പിന്റെ മോഡൽ എന്നാണ് അവർ പറയുന്നത്. അത് വലിയൊരു ചേഞ്ച് ഉണ്ട്. അതെന്തുവാന്ന് ഞാൻ പറഞ്ഞുതരാം. സാധാരണ ഇതുപോലെയൊക്കെ ഇത് ചെയ്യുമ്പോഴത്തേക്കും അവര് അതിന്റെ വായിൽ കൂടെ കയറ്റി ചിലപ്പോൾ മൂട്ടി കൂടെ ആയിരിക്കും ഇറക്കി വിടുന്നത്. പക്ഷെ ഇവിടെ ഒരു വെറൈറ്റി ആയിട്ട് അവർ പൊക്കിളിൽ കൂടെയാണ് നമ്മളെ ഇറക്കി വിടുന്നത്. നമ്മൾ പൊക്കിളിൽ കൂടെ ഇറങ്ങി വരുന്നത് വീണ്ടും ലൈറ്റിന്റെ സെക്ഷൻ തന്നെയാണ്. അവരോട് സ്നോമാന്റെ മോഡലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു മാവ് പൂത്തിരിക്കുന്നല്ലേ, ഏത് മാങ്ങയാണോ എന്തോ. അങ്ങനെ ഈ ലൈറ്റിന്റെ സെക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അടുത്ത് ചെന്ന് കയറുന്നത് ഫ്ലവർ ഷോയ്ക്കാണ്. ഈ ഒരു മരത്തിന്റെ മൂട്ടിൽ അവർ വളരെ മനോഹരമായിട്ട് അത് അടുക്കി വെച്ചിട്ടുണ്ട്. I know you told your friend you're not okay, and tell me what's wrong and why you never said you felt that way. And guess you're trying to stay strong and fake a smile until I look away, but I've known you too long, it hurts. വലിയ കാര്യത്തിൽ എൻട്രി പാസ് ഒക്കെ വാങ്ങിച്ച് ഇതിന്റെ അകത്ത് കയറ്റി വിടുന്നതാണ്. പക്ഷെ ഇതുവരെ ഇവിടെ ഒന്നും അടുക്കി പോലും തീർന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വിഷമകരമായ സംഭവം. ഇവിടെ നോക്കിയാലും ബംഗാളികൾ അടുക്കിക്കൊണ്ട് നിൽക്കുന്ന കാണാം. അതിന്റെ അടുത്തായിട്ട് ഒരു ID കാർഡ് ഇട്ട മലയാളി ഞാൻ തന്നെയാണ് വലിയ സംഭവം എന്നുള്ള രീതിയിൽ നിൽക്കുന്നതും കാണാൻ കഴിയും. ടിക്കറ്റ് എടുത്ത് ഇവന്മാരുടെയൊക്കെ പള്ളികൾ കണ്ടിട്ട് വരേണ്ട അവസ്ഥ. ഇവിടെ സെക്യൂരിറ്റിക്കാർ കാവല് നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അവർ റിസർവ് ബാങ്കിനാണോ കാവല് നിൽക്കുന്നതെന്ന് നമുക്കിങ്ങനെ ചില സമയങ്ങളിൽ തോന്നിപ്പോവാറുണ്ട്. അത് നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യും. അവരവിടെ എന്തൊക്കെയോ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. അത് ഞാൻ ഒരിക്കലും ഇല്ലെന്ന് പറയില്ല. കാര്യം തീർച്ചയായും അത് അഭിനന്ദനീയമായ കാര്യം തന്നെയാണ്. പക്ഷെ ഈ സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് സ്കൂൾ പഠിച്ചിരുന്ന കാലത്ത് ഞങ്ങൾ ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. ഇതുവരെ ഇതൊന്നും അപ്ഡേറ്റ് ആയില്ലേ എന്ന് പോലും എനിക്ക് അറിയത്തില്ല. കാര്യം അവർ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നിലും നമുക്കൊരു വാവ് ഫാക്ടർ കണ്ടെത്താൻ കഴിയില്ല. ഇതാണ് സത്യം പറഞ്ഞൊരു ഒരു ഫ്ലവർ ഷോ 4 ചെടിച്ചട്ടി എടുത്ത് അടുക്കി വെച്ചേക്കുന്നത്. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പൈസ എങ്ങനെ മുതലാക്കാം എന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞു തരാം. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ ഇവിടുത്തെ പ്രവേശന സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെയാണ്. നിങ്ങൾ കഴിയുന്നത് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ എത്താൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുണ്ട് പ്രയോജനം. നാച്ചുറൽ ലൈറ്റ്സിൽ തന്നെ നിങ്ങൾക്ക് പൂക്കളുടെ ഭംഗിയും പിന്നെ ബാക്കി ഇവിടെ ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് കഴിഞ്ഞ് ഒരു 5:45 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവർ ലൈറ്റ്സ് ഇട്ട് തുടങ്ങും. അപ്പൊ കുറച്ച് എവിടെയെങ്കിലും കറങ്ങി നിന്നിട്ട് ലൈറ്റ്സും കാണാം. അപ്പം കാര്യം പൂക്കൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വസന്തോത്സവം എന്ന് പറഞ്ഞ് ഇവരോട് ചെയ്തിരിക്കുന്ന സത്യം പറഞ്ഞാൽ അട്ടർ ഫ്ലോപ്പാണ്. ഞാൻ പലപ്പോഴും പല സമയങ്ങളിൽ ഇവിടെ ചെയ്തിട്ടുള്ള എനിക്കൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ കമ്പാരിറ്റീവ്ലി നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രാവശ്യം ഒന്നുമില്ല എന്ന് തന്നെ പറയാം. പക്ഷെ ആ കണക്ക് ലൈറ്റ് അവർ ഒരുപാട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറെ കാണാനും നിങ്ങൾക്ക് കുറച്ച് നല്ലൊരു ഫാമിലി ടൈം, കുറച്ച് നല്ല ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കിട്ടാനൊക്കെ ചാൻസ് പോസിബിലിറ്റീസ് ഉണ്ട്. സോ നിങ്ങൾ അങ്ങനെ ഒരു ടൈം കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് മുതലാക്കാൻ പറ്റും. അല്ലാതെ വെറും ഫ്ലവർ ഷോ മാത്രം കണ്ടിട്ട് പൊക്കഴിഞ്ഞാൽ വീട്ടിൽ ചെന്നിട്ട് അയ്യോ പൈസ പോയേ എന്ന് പറഞ്ഞ് കരയാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഞാൻ അവിടെ കണ്ടതിൽ ഒരു കൗതുകമായിട്ട് എനിക്ക് തോന്നിയ ഒരു സംഭവമാണ് ഈ ദശപുഷ്പം. I know you told your friend you're not okay, and tell me what's wrong and why you never said. എനിക്ക് വെറൈറ്റി ആയിട്ട് ഒരു ചെടിയുടെ പേര് കിട്ടി, കുക്കുളു. I know you told your friend you're not okay, and tell me what's wrong and why you never said you felt that way. And guess you're trying to stay strong and fake a smile until I look away, but I've known you too long, it hurts to watch your blue eyes fade to gray as you fade away, as you fade away. Yeah, I'm about to fade away. എവിടെ നിന്നാണെന്നറിയില്ല, കുറച്ച് ചുവപ്പ് മഞ്ഞയൊക്കെ നിറമുള്ള ഇലകളുള്ള കുറെ ചെടിച്ചട്ടികൾ ഇവർക്ക് എവിടെ നിന്നോ കിട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഫ്ലവർ ഷോ അവർ പിടിച്ചു നിൽക്കുന്ന ആ ഒരു സംഭവം വെച്ചിട്ടാണ്. എവിടെ നോക്കിയാൽ ഈ സംഭവങ്ങളുണ്ട്. I know you told your friend you're not okay,
and tell me ഇന്ത്യൻ അതിർത്തിയിൽ പാകിസ്ഥാൻ തീവ്രവാദികൾ നുഴഞ്ഞു കയറും പോലെയാണ് പുള്ളി എന്ത് പാടോട്ടാണ് കയറുന്നതെന്ന് നോക്കി. I know you told your friend you're not okay, and tell me what's wrong and why. പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്, പോൺസായിട്ട് വലിയൊരു കളക്ഷൻ ഉണ്ട് അവർക്ക് അവിടെ. I know you told your friend you're not okay, and tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes. എനിക്ക് അല്പമെങ്കിലും രസകരമായിട്ട് തോന്നിയ ഒരു ഏരിയ ആണിത്. I know you told your friend you're not okay, and tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to gray as you fade away, as you fade away. ബോർഡൊക്കെ കുത്തി വെച്ചുകൊണ്ട് നടക്കുന്നതേ ഉള്ളൂ ഇപ്പോഴും. I know you told your friend you're not okay, and tell me what's wrong and why you never said you felt that way. ഷൂമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, പക്ഷെ എനിക്ക് ഇതിന്റെ ഷേപ്പ് കാണുമ്പോ എന്തോ. I know you told your അങ്ങനെ അവിടെ കറങ്ങി നിന്നൊരു 5:45 ഇപ്പൊ അവര് ലൈറ്റ് ഇട്ട് തുടങ്ങി. ലൈറ്റ് ഇട്ട് തുടങ്ങിയപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്നത് കൊണ്ട് എന്തെങ്കിലും വെർത്തായെന്ന് എനിക്ക് തോന്നിയത്. കാര്യം ലൈറ്റ് സെക്ഷൻസ് നമുക്ക് കുറച്ച് കാണാനായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. your friend you're not okay, and tell me what's wrong and why you never said you felt that. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ പറയാനുണ്ട്. നമുക്ക് പാർക്കിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമേ ഇവിടെ ഇല്ല. ഇവിടെ പോലീസുകാർ എന്നിട്ട് തെക്കോട്ടോ വടക്കോട്ടോ പോകുന്ന പറയുന്നതല്ലാതെ നമുക്ക് ഇവിടെ പാർക്കിംഗ് എന്നൊരു സംഭവമില്ല. പിന്നെ നമുക്ക് അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. കാര്യം അത്രമാത്രം വലിയൊരു ജനക്കൂട്ടം ഇവിടെ കാണാൻ വരുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള ഒരു ക്രൗഡുള്ള ഒരു ഏരിയയിൽ പോകുമ്പോൾ നമുക്ക് അറിയാമല്ലോ. അതുകൊണ്ട് കഴിയുന്നതും പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്താ പറയുന്നത് 2 വീലേഴ്സ് എടുത്തുകൊണ്ട് 2 വീലേഴ്സ് ഒക്കെ വീണ്ടും പാർക്കിംഗ് എവിടെയെങ്കിലും കിട്ടുന്നുണ്ട്. 4 വീലേഴ്സ് കഴിയുന്നത് യൂസ് ചെയ്യാതിരിക്കുക. എവിടെയെങ്കിലൊക്കെ കൊണ്ടിട്ടിട്ട് നടന്നു വന്ന് വായിലെ പത വരും. ആ ഒരു അവസ്ഥയായിപ്പോവും. അതുകൊണ്ട് പോകുമ്പോൾ അതും കൂടെ ഒന്ന് മനസ്സിൽ വെച്ചിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. അടുത്ത പുതിയൊരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരത്തേക്കും ടാറ്റാ, ഹാപ്പി ന്യൂ ഇയർ.